മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ സുന്ദരികളൊക്കെ ആണുങ്ങളാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നമുക്കതിൻ്റെ രഹസ്യങ്ങളിലേക്ക് ചെല്ലാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുറന്നാൽ കാണുന്നത് ആണുങ്ങൾ പെണ്ണുങ്ങളെക്കാൾ മനോഹരിയായി അണിഞ്ഞൊരുങ്ങി പൂത്താലത്തിൽ വിളക്കുമായി കൊറ്റംകുളങ്ങര ദേവിയെ തൊഴുത് സായുജ്യം അടയുന്ന കാഴ്ചകൾ മാത്രം. പിന്നെ കൂട്ടത്തല്ല്, വക്കാണം, വഴക്ക്, സ്ത്രീവേഷം കെട്ടിയ ആണുങ്ങളോട് കമ്മിറ്റിക്കാർ അടിയുണ്ടാക്കുന്നു. എന്തിനാണെന്ന് ഇരുകൂട്ടർക്കും അറിയില്ല. പക്ഷെ ഒന്നുണ്ട്, വേഷം കെട്ടിയ ആ സ്ത്രീകളുടെ ഉടുപ്പിന്റെ ഉള്ളിൽ കരുത്തുള്ള ആണുങ്ങളാണെന്ന സത്യം. അടിയുണ്ടാക്കുന്ന പുരുഷകേസരികൾ ഒന്നോർത്താൽ നന്ന്. പോലീസിന്റെ കാര്യമാണ് അതിലും കഷ്ടം. ഇതിപ്പോ ആരെയാ തല്ലേണ്ടത് എന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ അവരും ദേവിയെ വിളിച്ച് കണ്ണും പൂട്ടി ലാത്തി വീശുകയാണ്. എന്താ കഥ? ഈ അങ്കനമാരുടെ ഒരുക്കവും അത് ആസ്വദിക്കുന്ന പുരുഷന്മാരുടെ കണ്ണിലെ തിളക്കവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ആണുങ്ങളെ കൊണ്ട് പെൺവേഷം കെട്ടിക്കുന്ന ആ പുരാതന രഹസ്യത്തിലേക്ക് നമുക്കൊന്ന് ഊളിയിട്ട് ചെല്ലാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ദിവ്യശിലയ്ക്ക് ചുറ്റും കുരുത്തോല കെട്ടി ആൺകുട്ടികൾ നാണം കുണുങ്ങി വെള്ളക്കാമേട്ടിൽ വിളക്ക് വെച്ചതിന്റെ ഐതിഹ്യ പെരുമയാണ് ഈ ചമയവിളക്കിന്റെ ചരിത്രം. ഭാരതത്തിൽ ഒരിടത്തും കാണാൻ കഴിയാത്ത അപൂർവമായ പുരുഷാങ്കനമാരുടെ ചമയവിളക്ക് പുലർച്ചെ 3 മണിയോടെ ആരംഭിക്കുന്നു. കുഞ്ഞാലമ്മൂട് മുതൽ ആറാട്ടുകടവ് വരെ വരിവരിയായി നിൽക്കുന്ന ആയിരക്കണക്കിന് പുരുഷാങ്കനമാരെ അനുഗ്രഹം ചൊരിയുന്നതിനു വേണ്ടി ദേവി കുഞ്ഞാലമ്മൂട്ടിൽ നിന്നും എഴുന്നള്ളുന്നു. ദേവിയുടെ എഴുന്നള്ളത്ത് അപൂർവവും ഭക്തിനിർഭരവുമായ ആനന്ദാനുഭൂതിയാണ് ഭക്തജനങ്ങളിൽ ഉളവാക്കുന്നത്. ആറാട്ട് കഴിഞ്ഞതിന് ശേഷം കൽപ്പവൃക്ഷത്തിന്റെ സ്വർണാഭമായ കുരുത്തോലയും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്രം മാതൃകയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കുന്നു എന്നാണ് സങ്കല്പം. കൺകോണുകളിൽ ലാസ്യ ശൃംഗാര രസങ്ങൾ, അങ്കനമാരെ വെല്ലുന്ന അങ്കലാവണ്യം. കൊറ്റംകുളങ്ങര ദേവീക്ഷേത്ര പരിസരത്തെ ചമയപ്പുരകളിലേക്ക് കയറിയ പുരുഷകേസരിമാരുടെ മാറ്റം കണ്ടു സ്ത്രീജനങ്ങളിൽ അസൂയയുടെ തിരത്തിളക്കം. മീനം 10-നും 11-നും പുരുഷന്മാർ അങ്കനവേഷത്തിൽ വിളക്കേന്തുന്ന ആചാരപ്പെരുമ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ മാത്രം. 2 ദിവസം ഒരേ ചടങ്ങുകൾ ആവർത്തിക്കുന്നതും ഇവിടുത്തെ മാത്രം സവിശേഷതയാണ്. ശരിക്കും പറഞ്ഞാൽ കൊല്ലം ചവറയുടെ ദേശീയ ഉത്സവമാണ് ചമയവിളക്ക്. ഉച്ചയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു. തുടർന്ന് ബാലികാബാലന്മാരുടെ താലപ്പൊലി നടക്കുന്നു. വൈകിട്ട് കടത്താറ്റ് വയലിൽ കെട്ടുകാഴ്ച കണ്ടു അനുഗ്രഹം ചൊരിയുന്നു. വൈകുന്നേരം മുതൽ വിളക്കെടുക്കാനുള്ള ഭക്തരുടെ പ്രവാഹം ആരംഭിക്കുന്നു. അഭീഷ്ടകാര്യ സിദ്ധിക്കായി വേഷപ്രച്ഛന്നരായി വിളക്കെടുക്കാൻ എത്തിയവരും അവരെ അനുഗമിച്ചവരെ കൊണ്ടും ക്ഷേത്രം നിറഞ്ഞു കവിയുന്നു. ചമയപ്പുരകളിൽ ഭർത്താക്കന്മാരെ അണിയിച്ചൊരുക്കുന്ന ഭാര്യമാരെയും സഹോദരിമാരെയും മക്കളെ വേഷം അണിയിക്കുന്ന അമ്മമാരെയും കാണാം. പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴിയുന്നതും സെൽഫി എടുക്കുന്നതും ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുന്നവരും അങ്ങനെ ആയിരങ്ങൾ വേറെയും. പുലർച്ചെ 2 ചമയവിളക്ക് ആരംഭിക്കുന്നു. ഇവർ ക്ഷേത്രം മുതൽ കുഞ്ഞാലമ്മൂട് വരെ റോഡിൽ ഇരുവശത്തുമായി നിലനിൽക്കുന്നു. ദേവി ചൈതന്യം ആവാഹിച്ച കുടയുമായി ഉടവാളുമായി വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ എഴുന്നള്ളത്ത് കുഞ്ഞാലമ്മൂട്ടിലെത്തുന്നു. ഉറഞ്ഞുതുള്ളി വിളക്ക് കണ്ടു പുലർച്ചെ 5:30 ക്ഷേത്രക്കടവിൽ ആറാട്ട് നടത്തി കുരുത്തോല പന്തലിൽ ദേവി ഉപവിഷ്ടിയായിരിക്കുന്നു. അങ്ങനെ വിളക്കിന്റെ ആദ്യ ദിനം സമാപിക്കുന്നു. പിറ്റേ ദിവസവും ഈ ചടങ്ങുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് കൊറ്റംകുളങ്ങര ചമയവിളക്കിന്റെ ചടങ്ങുകൾ.